മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച ടർബോ എന്ന ചിത്രം ഞാൻ കണ്ടു. നമ്മൾ ടർബോ എന്ന ചിത്രം കാണാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആക്ഷൻ സിനിമ കാണാൻ പോകുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു സിനിമ പ്രതീക്ഷ തന്നെയാണ് ഞാൻ പോയത്. എന്തായാലും ടർബോ സിനിമ ഒരു ആക്ഷൻ മൂവി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈശാഖിൻ്റെ മുൻപിലിറങ്ങിയ സിനിമകൾ, ഇപ്പോൾ പുലിമുരുകനായാലും അതിലെ ഫൈറ്റ് സീക്വൻസുകളൊന്നും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത സംഘടന രംഗങ്ങളാണ്. ഈ ക്ലൈമാക്സിലൊക്കെ അത് പീറ്റർ ഹെയ്ൻ ആണ് അതിൻ്റെ ആക്ഷൻ ഡയറക്ടർ. അപ്പോൾ അതിന് സ്വപ്പവും കൂടെ ഒരു പൊലിപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ടർബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ടർബോ എന്ന ചിത്രത്തിലെ പ്രധാന വിജയ ഘടകം എന്ന് പറയുന്നത് രാജ് ബി ഷെട്ടിയുടെ വില്ലൻ കഥാപാത്രമാണ്. കൂടുതൽ ഞാൻ വില്ലൻ കഥാപാത്രത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു സിനിമയിൽ ഒരാൾ ഒരു മികച്ച പെർഫോമൻസ് വരുമ്പോൾ പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ രാജ് ബി ഷെട്ടിയുടെ വില്ലൻ കഥാപാത്രത്തെ ഇത്രയും ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, വൈശാഖിൻ്റെ സിനിമ ഇപ്പോൾ പുലിമുരുകൻ നമ്മൾ കണ്ടു. പുലിമുരുകൻ കണ്ടപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് 2016-ലോ 2017-ലോ ആണ് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിപ്പോൾ ആ സിനിമയിൽ നിന്നും ഇത്രയും വർഷം, ഏകദേശം 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് വൈശാഖ് ഇങ്ങനെ ഒരു ആക്ഷൻ സിനിമ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മമ്മൂട്ടി എന്ന നടനെ ഏകദേശം ഇത്തിരി വയസ്സ് കൂടിയ ഒരു നടനാണല്ലോ മമ്മൂട്ടി. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അതിശയം. കാര്യം അദ്ദേഹം ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യം, എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായിട്ട് എടുത്തു വരുന്ന എല്ലാ പടങ്ങളും സക്സസ് ആവുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു പ്രതീക്ഷ കൊണ്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനി എന്തായാലും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാറായ ഒരു വ്യക്തിയുടെ സ്വന്തം സിനിമാ കമ്പനിയായ മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു മോശം സിനിമ നിർമ്മിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമയുടെ കഥ എഴുതിയത് മിഥുൻ മാനുവൽ തോമസ് ആണല്ലോ. മിഥുൻ മാനുവൽ തോമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അഞ്ചാം പാതിരയും ഇതുപോലെ ഓസ്ലർ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സിനിമകളും, സിനിമയുടെ കഥയും, അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ, കൊലപാതകം ആര് ചെയ്തു അത് കണ്ടുപിടിക്കുന്നു, ഇതൊക്കെയാണ് മിഥുൻ മാനുവൽ തോമസിൻ്റെ ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഈ സിനിമ ഒരു മമ്മൂട്ടിയുടെ സിനിമ ഒരു ആക്ഷൻ സിനിമ എന്നുള്ള ഉപരി ഇങ്ങനെ ഒരു നമ്മൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ ആ ഒരു പ്രീവിയസ് സിനിമകളിൽ നിന്നും ഒരു വ്യത്യസ്തത എന്തായാലും ഞാൻ ഇതിൽ പ്രതീക്ഷിച്ചു. ആ വ്യത്യസ്തത ഇതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ഥിരമായ ഒരു ശൈലി ഉണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷനും മർഡർ മിസ്റ്ററിയും ഇങ്ങനെയൊക്കെ ഉള്ള, അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു പുതുമയുള്ള ഒരു പ്രമേയമായിട്ട് എനിക്ക് ഈ സിനിമ തോന്നി. എന്തായാലും നമ്മൾ സിനിമ കാണാൻ പോകുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ സിനിമയിലെ അഭിനയം കണ്ടിട്ട് നമ്മൾ സൂപ്പർ സ്റ്റാറിനെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ കുറ്റം പറയാനോ, അല്ലെങ്കിൽ ആ സംവിധായകൻ സിനിമ എടുത്ത് ശരിയല്ലെന്നോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണാൻ പോകുന്ന സിനിമ കണ്ടാൽ അത് കൊള്ളാമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഒരു വൻ ഹിറ്റ് ആകേണ്ട ഒരു സിനിമ തന്നെയാണ്.